ഇവിടുത്തെ സ്റ്റാഫ് എല്ലാം പറയുന്ന കാര്യങ്ങളൊന്നും എല്ലാം ഓക്കെ അല്ല. അതായത് നമ്മുടെ അവിടുത്തെ മാനേജറുമായിട്ട് നല്ല രീതിയിൽ കണക്റ്റായി പോയാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കത്തുള്ളൂ എന്നാ പറയുന്നത്. പുള്ളിക്കാരൻ പറയുന്നതെല്ലാം കേട്ട് സഹകരിക്കണം, എന്നാൽ മാത്രമേ പുള്ളിക്കാരൻ നമുക്ക് സാലറി തരത്തുള്ളൂ, നമ്മുടെ വർക്ക് എല്ലാം ഓക്കെ ആവത്തുള്ളൂ, പുള്ളിക്കാരൻ വിളിക്കുമ്പോൾ പോകണം എന്നൊക്കെ ഇങ്ങനത്തെ രീതിയിലാണ് ഇവിടെ സംസാരിക്കുന്നത്. അതായത് ആ സ്റ്റാഫ് ഇപ്പോൾ നാട്ടിൽ പോയി, ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് നാട്ടിൽ പോയത്. അതെന്ത് പ്രോബ്ലം ആണെന്നൊന്നും എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. അപ്പോൾ പോകുന്നതിന് മുമ്പ് പുള്ളിക്കാരി ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ പുള്ളിക്കാരി അടുത്തൊക്കെ ഇങ്ങനെ മിസ്ബിഹേവ് ചെയ്തത് കൊണ്ട് ഇഷ്യൂ ഒക്കെ ആയതുകൊണ്ടാണ് പോകുന്നത് എന്നാ പറഞ്ഞത്. അപ്പോൾ ഇവിടെ സാലറി ഒന്നും കൊടുക്കാറില്ലെന്നാണ് പറഞ്ഞത്. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ പേടി. അപ്പോൾ എനിക്കിനി നാട്ടിൽ 2 വർഷം കഴിയുമ്പോൾ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. എനിക്കിനി ഇവിടെ റിലേറ്റീവ്സ് ആരും എന്നെ കാണാൻ വരാൻ പാടില്ല. റിലേറ്റീവ്സ് ഉണ്ടെന്ന് നാട്ടിൽ വെച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഇനി റിലേറ്റീവ്സിനെ കാണാൻ പാടില്ല, അപ്പാർട്ട്മെൻറ്റിൽ വന്ന് പോലും മീറ്റ് ചെയ്യാൻ പാടില്ല, ഓൺലി കോളിങ് മാത്രമേ പാടുള്ളൂ എന്നൊക്കെ അവർ പറയുന്നത്. ഞാൻ ആ പുള്ളിക്കാരി ഇവിടെ ഉള്ള സമയത്ത് നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഞാൻ പുള്ളിക്കാരിയോട് സംസാരിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ നിൻ്റെ അടുത്ത് ഈ പറയുന്ന കാര്യമൊന്നും പറയില്ല, കാരണം ഞാൻ നാട്ടിൽ പോകാൻ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഇനി ഞാൻ പറഞ്ഞെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നിനക്ക് ഞാൻ പോയി കഴിയുമ്പോൾ പ്രോബ്ലംസ് ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ പറഞ്ഞതായിട്ട് പറയേണ്ട, പ്രശ്നം ഉണ്ടാവും. പുള്ളിക്കാരി ഇവിടെ 3.5 ലക്ഷം രൂപ എന്തോ ഈ മാഡത്തിന് കൊടുത്തെന്നാണ് എന്നോട് പറഞ്ഞത് ഈ വിസയ്ക്ക് വേണ്ടി. എന്നിട്ട് 6 മാസത്തോളം സാലറി ഇല്ലായിരുന്നു. നാട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ സാലറിയിൽ നിന്ന് പകുതി അയച്ചാൽ ഇവിടെ ചിലവ് നടത്തിക്കൊണ്ടിരുന്നത്, ജോബൊന്നുമില്ല. അതുകൊണ്ട് ആ പുള്ളിക്കാരി നാട്ടിൽ പോകാനായിട്ട് ചോദിച്ചിട്ട് പാസ്പോർട്ട് കൊടുക്കാണ്ട് ഇഷ്യൂ ആയതെന്നാണ് പറഞ്ഞത്. അങ്ങനെ കുറേ ഒരു 1-2 ആഴ്ചത്തെ പ്രശ്നത്തിന് ശേഷം പുള്ളിക്കാരിക്ക് പാസ്പോർട്ട് കൊടുക്കാൻ സമ്മതിച്ച് അങ്ങനെ പുള്ളിക്കാരി ഇന്നലെയാണ് പോയത്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദുബായിൽ മലയാളി യുവതി തിരുവനന്തപുരം സ്വദേശി കുടുങ്ങിക്കിടക്കുന്നു. ജോലി വാഗ്ദാനം നൽകിയതിൽ വിശ്വസിച്ച കുടുംബം തന്റെ മകളെ ദുബായിലേക്ക് അയച്ചുവെങ്കിലും അവിടെ നിന്ന് വലിയ ദുരനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് യുവതി രംഗത്തെത്തിയിരിക്കുകയാണ്. ദുബായിലെത്തിയതിന്റെ പിറ്റേ ദിവസം തന്നെ ജോലിയിൽ കയറാമെന്നൊക്കെ വാഗ്ദാനം നൽകിക്കൊണ്ട് 2.5 ലക്ഷത്തിലധികം രൂപ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടാണ് യുവതിയെ കൊണ്ടുപോയതെങ്കിലും അവിടെ എത്തിയപ്പോൾ കാര്യങ്ങൾ തകിടം മറഞ്ഞു എന്നാണ് യുവതി പറയുന്നത്. ഒരു ദിവസം ജോലിക്കെന്ന് പറഞ്ഞ് ഒരു സ്ഥാപനത്തിൽ കൊണ്ടിരുത്തുകയും പിറ്റേന്ന് മുതൽ ഇനി ഇവിടെ നിന്നോളൂ, കുറച്ചധികം കാലം കഴിഞ്ഞാൽ മാത്രമേ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തിയാകുകയുള്ളൂ എന്നും ഇനി 2 വർഷത്തേക്ക് പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകില്ല എന്നൊക്കെ ഈ യുവതിയോട് പറഞ്ഞിരിക്കുകയാണ്. കഴിക്കാൻ ഭക്ഷണമോ താമസ സൗകര്യമോ ഒന്നും തന്നെ ഇല്ല എന്നും അവിടെ ഉണ്ടാകുന്ന സ്ത്രീകളെല്ലാം തന്നെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഓരോ നടപടികളിലേക്ക് കടക്കുകയാണ്, തനിക്ക് പേടിയാകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് യുവതി രംഗത്തെത്തുന്നത്. എന്തായാലും അതീവ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് ഇത്തരമൊരു സൂചനകളിലൂടെ പുറത്തു വരുന്നത്. അതായത് മലയാളികൾ ഇന്നും പറ്റിക്കപ്പെടുന്നുണ്ട്, അതിന് നിന്നുകൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രവാസി സാമൂഹിക പ്രവർത്തകനായിട്ടുള്ള നിയാസ് പൂജപ്പുര നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. സാർ, ഈ തിരുവനന്തപുരത്തുള്ള ഒരു സ്വദേശി ഇപ്പോൾ പ്രവാസ ലോകത്ത് കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അവിടെ ഒരുപാട് കാര്യങ്ങൾ ഓഫർ ചെയ്തിട്ടാണ് ആ സ്ത്രീ അവിടെ എത്തിച്ചിട്ടുള്ളെങ്കിലും അവിടെ എത്തിയതിനു ശേഷം അവിടുന്ന് പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വിപരീതമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആശങ്കയോടെ ഇപ്പോ മാധ്യമപ്രവർത്തകരെ അടക്കം ബന്ധപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ഒരു പെൺകുട്ടി എന്നതിനേക്കാൾ ഉപരി പലർക്കും സംഭവിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. അപ്പൊ എന്താണ് സാർ ഇതിന്റെ ഒരു ആകെ തുക? ഇതിപ്പോ നമ്മള് പ്രവാസ ജീവിതത്തിലോട്ട് പോകുന്ന ഒരു 30% ആൾക്കാരെങ്കിലും നമ്മൾ ഈ ഒരു ട്രാക്കിലോട്ട് എടുക്കാം. ഇവര് ഇപ്പോഴും തന്നെ നമ്മുടെ നാട്ടില് എല്ലാവിധ നിയമസഹായങ്ങളും നോർക്ക പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നോർക്ക പറയുന്നതനുസരിച്ച് നമ്മൾ ഒരു 30% ആൾക്കാരെങ്കിലും നോർക്കയുടെ ഗവൺമെന്റ് സംവിധാനങ്ങളെ അനുസരിക്കാതെയാണ് ഇന്ന് പുറം ലോകത്തോട്ട് ഇല്ലീഗലായിട്ട് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ഇവരെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ആകർഷണീയമായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ശൃംഖല ഇന്നും നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഇപ്പൊ നെടുമങ്ങാടുള്ള ഒരു കുട്ടിയുടെ ഒരു പരാതിയാണ് ഇന്നലെ ഞാൻ കേൾക്കാനിടയായത്. നെടുമങ്ങാടുള്ള ഒരു നൗസിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പരാതിയാണ് ഇന്നലെ ഞാൻ അറിഞ്ഞത്. അപ്പം അവരുടെ പരാതി എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദവിവരം എന്ന് പറഞ്ഞാല് ഇവര് നെറ്റില് ഇവരുടെ ബയോഡേറ്റ ഇടുന്നു. ഇത് കണ്ടിട്ട് ദുബൈയിലെ ഒരു ലേഡി ഇവരെ കോൺടാക്ട് ചെയ്യുന്നു. അവർക്ക് സാലറി ഓഫർ ചെയ്യുന്നു. സാലറി ഓഫർ ചെയ്തതിന് ശേഷം നിരന്തരം അവർ ഫോൺ വഴി ചാറ്റ് ചെയ്യുകയാണ്. ഇതൊക്കെ നേരിട്ട് കാണാത്ത ആൾക്കാരാണ്.
അപ്പൊ നമ്മുടെ സമൂഹം ഇതൊന്ന് വിലയിരുത്തണം. നേരിട്ട് കാണാത്ത ഒരു ആൾക്കാർ വഴി ഫോൺ വഴിയാണ് ഇവർ ബന്ധപ്പെടുന്നത്. അപ്പൊ ഈ നൗസിയ എന്ന് പറയുന്ന നെടുമങ്ങാടുള്ള ഒരു കുട്ടി 21 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അപ്പം ഇതിന്റെ പേരൻസ് ഒക്കെ ഇവരുമായിട്ട് സംസാരിച്ചിട്ടാണ് അഡ്മിറ്റ് ചെയ്തിട്ട് പോകുന്നത്. മറുവശം ഇവർ ചിന്തിക്കുന്നില്ല. ഇപ്പം ഈ പരാതി എന്നല്ല അതിന്റെ ഉള്ളുണ്ടക്കം എന്ന് പറയുമ്പോൾ ഈ കുട്ടി അവിടെ പോവുകയും 1 ലക്ഷം രൂപ ഈ അവിടുന്ന് ഒരു ലേഡിക്ക് അയച്ചു കൊടുക്കുകയും അതിനുശേഷം തത്തുല്യമായ ഒരു എമൗണ്ട് ഇവിടെ നിന്നും മാറി 1 ലക്ഷത്തി സംതിങ് ആയിട്ടുള്ള ദർഹംസ് ഇവിടെ നിന്ന് മാറി ഈ കുട്ടി കൊണ്ടുപോകുന്നു ദുബൈയിലേക്ക്. അവിടെ എത്തപ്പെട്ടതിന് ശേഷം ഈ കുട്ടിക്ക് ഓഫർ ലെറ്റർ കൊടുക്കുന്നു. ഓഫർ ലെറ്റർ കൊടുത്തതിന് ശേഷം ഈ കുട്ടി പിന്നെ അവിടെ പുള്ളി യോജിച്ചു പോകാത്ത ഒരു കണ്ടീഷനിലെത്തുന്നു. അതിനുശേഷം കൈയും കാലും ഇട്ടടിക്കുന്നു. നാട്ടിൽ നമ്മളെ പോലുള്ള പ്രവാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടന പരാതിയായിട്ട് വരുന്നവർ അറിയിക്കുന്നു. ഇന്നലെ എനിക്ക് എന്റെ ഒരു സുഹൃത്താണ് ഈ ഇതിന്റെ വിവരങ്ങൾ എനിക്ക് ഫോൺ വഴി അറിയിച്ചത്. അപ്പൊ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവര് ഈ കുട്ടി അവിടെ ഉണ്ട്, പിന്നെ ഓഫർ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടത്തെ വിഷയം എന്ന് പറഞ്ഞാൽ വിസിറ്റിംഗ് വിസയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് കുറെ ലീഗൽ പ്രൊസീജിയർ ഉണ്ട്, വിസ അടിക്കാനും മറ്റു കാര്യങ്ങൾ. ഈ ക്ഷമ കാണിക്കുന്നില്ല. അതിനകത്തുള്ള വിഷയം എന്ന് പറഞ്ഞാല് ഇവിടെ നിന്ന് പോകാനായിട്ട് ഇവർ ശ്രമിക്കുന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ കൈയും കാലും ഇട്ടടിക്കുകയാണ്. അപ്പൊ പൊതുസമൂഹം പ്രത്യേകിച്ച് ഒന്ന് മനസ്സിലാക്കാനുള്ളത്, പ്രവാസികൾക്ക് ഇന്ന് 30% ആൾക്കാരും പ്രവാസി ജീവിതത്തിലോട്ട് പോകുന്നത് എടുത്തുചാട്ടത്തിലാണ്. അപ്പൊ ഇവര് വെപ്രാളത്തിൽ ഇവിടേക്ക് ആരേക്ക് കാണാത്തവരെ വിശ്വസിച്ച് എത്തുകയും പ്രവാസി ജീവിതത്തിലോട്ട് എത്തുകയും അവിടെ എത്തിയതിനു ശേഷം ഇവര് കണ്ട സ്വപ്നങ്ങളൊന്നും നടക്കാതെ വരുമ്പോൾ അതിനുള്ള ക്ഷമ കാണിക്കാതെ വരുമ്പോൾ ഇവർക്ക് പിന്നെ നാട്ടിലേക്ക് എത്തുവാനായിട്ടുള്ള വ്യഗ്രതയാണ് പിന്നെ എങ്ങനെയും നാട്ടിലെത്തുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ നമ്മളെ പൊതുസമൂഹവും പ്രവാസികളും പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ നോർക്ക റൂട്ട് ഇതിനുള്ള നിയമ വഴികൾ നമ്മുടെ കയ്യിൽ പറഞ്ഞു തരുന്നുണ്ട്. പത്രമാധ്യമങ്ങളിൽ കൂടിയും ടിവിയിൽ കൂടിയും എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഏതൊരു ഉദ്യോഗാർത്ഥിയും പ്രവാസ ജീവിതത്തിലോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വിശ്വസനീയമാണോ, അതിന്റെ അവരെ ഓഫർ ലെറ്റർ ചോദിക്കുക. ആ ഓഫർ ലെറ്റർ നോർക്കയുമായിട്ട് ജസ്റ്റ് ഒന്ന് ബന്ധപ്പെടുക. നമ്മൾ ലക്ഷങ്ങൾ മുടക്കി കബളിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു കമ്പനി ഓഫർ ചെയ്യുന്ന ഓഫർ ലെറ്റർ നമുക്ക് നോർക്കയിൽ കൊണ്ടുവന്ന് കാണിക്കാനുള്ള സംവിധാനം നമുക്ക് അവൈലബിലിറ്റി ഉണ്ട്. അത് കാണിക്കാത്തത് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ്. ചെന്ന് അകപ്പെട്ടതിന് ശേഷം ഈ പറഞ്ഞ നൗഫിയ എന്ന് പറയുന്ന നെടുമങ്ങാട് തിരുവനന്തപുരം സ്വദേശിക്ക് 21 വയസ്സേ ഉള്ളൂ. അവരുടെ പേരൻസ് ആണ് ഈ കുട്ടി അയച്ചു കൊടുത്തിട്ടുള്ളത്. അതും വിസിറ്റിംഗ് വിസയിൽ കാണാത്ത ആൾക്കാരുടെ കയ്യിലാണ് എത്തിച്ചു കൊടുത്തത്. എന്തായാലും ഈ കുട്ടി ഇപ്പൊ സേഫാന്ന് അറിയുന്നു. പക്ഷെ ഇതുപോലുള്ള ചതിക്കുഴിയിൽ ചെന്ന് ചാടുമ്പോൾ ഈ സ്ത്രീയുടെ ഉപയോഗിച്ച് ഇല്ലീഗലായിട്ട് ചെയ്യുന്ന കൊണ്ട് കയ്യിലേക്ക് എത്തിച്ചു കൊടുത്താൽ ആ കുട്ടിയുടെ ജീവിതം തന്നെ തകർന്നു പോകുന്ന ഒരു സാഹചര്യം നമ്മൾ പൊതുസമൂഹം കേരള സമൂഹം ഒന്ന് വിലയിരുത്തുക. അതുപോലെ തന്നെ നോർക്ക ഡിപ്പാർട്ട്മെന്റ് ഇനിയും ഈ ഇത്തരം വിഷയങ്ങൾക്കായിട്ട് വളരെ ശ്രദ്ധ ചെലുത്തണം, അവയർനെസ് കൊടുക്കുക. അതുപോലെ തന്നെ സൈബർ സെല്ലും മറ്റു കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ജാഗ്രത പുലർത്തണമെന്ന് പ്രവാസി ലീഗൽ സെല്ലിന്റെ പ്രവർത്തനം എന്നുള്ള നിലയ്ക്കും ഒരു പൊതു പ്രവർത്തനം എന്നുള്ള നിലയ്ക്കും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ സൂചിപ്പരാം. അത് മാത്രമല്ല സാർ, ഇപ്പോ ഈ ഒരു കുട്ടിയുടേത് കാര്യമല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിലും പലപ്പോഴും പലരും അകപ്പെടുന്നത് ഈ സോഷ്യൽ മീഡിയ വഴി കാണുന്ന ആഡുകൾ മുഖാന്തരമാണ്. അപ്പം നമ്മുടെ രാജ്യം കടന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് പലരും മനസ്സിലാക്കുന്നില്ല. ഒരു ഓഫർ ലെറ്റർ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു വലിയ പരസ്യവാചകം കാണുമ്പോൾ അതില് വീഴുന്ന ഒരു വലിയ സമൂഹം ഉണ്ടല്ലോ. അപ്പൊ അവരെടുത്ത് ഈ പറയുന്നത് പോലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ നമ്മളൊരു കുറ്റം പറയുക എന്നുള്ള രീതിയിലേക്കാണ് അവരെ എടുക്കുന്നത്. അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആളെടുത്ത് അല്ലെങ്കിൽ പുതിയതായിട്ട് പ്രവാസ ലോകത്തേക്ക് പോകുന്ന ഒരാള് പ്രധാനമായിട്ടും നോക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും നോക്കേണ്ട കാര്യങ്ങൾ അതിനകത്ത് 1-2 വിഷയങ്ങൾ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. അത് ഈ പിന്നെ നമ്മളൊരു ചെറുപ്പക്കാരെന്നുള്ളക്ക് പുള്ളിക്ക് സമ്പാദിക്കാനായിട്ടുള്ള സ്വപ്നങ്ങളുണ്ടാവും, ഭയങ്കരമായ സ്വപ്നങ്ങളുണ്ടാവും. അപ്പൊ അവരെ അയക്കുന്ന പേരൻസ് ആണ് ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കേണ്ടത്. ഒരു ഇന്റർവ്യൂ കഴിഞ്ഞാൽ ആ കമ്പനി കൊടുക്കുന്ന ഓഫർ ലെറ്റർ ജെന്യൂനിറ്റി ഉണ്ടോ എന്ന് നിങ്ങൾക്കൊന്നും ഒരു വിഷയവുമില്ല. ഈ ഓഫർ ലെറ്റർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോർക്കയുടെ വെബ്സൈറ്റിലോട്ടോ മെയിൽ ഐ ഡിയിലോട്ടോ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഷെയർ ചെയ്തുകൊണ്ട് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകത്തില്ല, നിങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ നോർക്കയിലോട്ട് അത് ആ ഓഫർ ലെറ്റർ കൊണ്ടുവരികയോ അത് നോർക്കയിലോട്ട് മെയിൽ ഐ ഡിയിലോട്ട് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ജെന്യൂനിറ്റി മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടത് നമ്മൾ ഇവിടെ ഇപ്പം തന്നെ ഒരുവിധം ഉള്ള പ്രവാസികളുടെ പിന്നെ വിഷയങ്ങൾ ഇന്ത്യക്ക് അതൊരു വലിയൊരു ഇതുണ്ട്. കാര്യം ഞാൻ തുറന്നു പറയാം, ഇപ്പൊ തന്നെ 80 കാലഘട്ടങ്ങളിലാണ് പ്രവാസികൾക്ക് സൗദി അറേബ്യ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 1000 റിയാൽ ആണെങ്കിൽ
അതേ 1000 റിയാലാണ് ഇന്നും പ്രവാസികൾ ശീലിച്ച് അത് കൈപ്പറ്റി വരുന്നത്. ചില കമ്പനികൾ സൗദിയിൽ കൊടുക്കുന്ന 650 റിയാലാണ് ക്ലീനിങ് കമ്പനികളിൽ കൊടുക്കുന്നത്. 10 മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരുന്നു. അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണമില്ല. അപ്പൊ തുച്ഛമായ ശമ്പളത്തിനായിട്ട് നമ്മുടെ പ്രവാസികൾ അവിടെ എത്തുകയും ഈ നാട്ടിൽ ചെയ്യാത്ത കാര്യങ്ങളാണ് ഈ പ്രവാസ ലോകത്ത് ഇവർ ചെയ്യുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്ന സമ്പത്ത് കൊണ്ട് നമ്മൾ അടിമപ്പണി ചെയ്യാൻ പോകുന്നതാണ്. പക്ഷേ നമ്മൾക്ക് ഇന്ത്യൻ ഗവൺമെന്റ് ഇനി പ്രത്യേകിച്ച്, അതായത് ഒരു വിഷയം ഞാൻ അത് അഡ്മിറ്റ് ചെയ്തതാണ്. ഇന്ന് ഈ ലോകത്ത് വെച്ച് ഏറ്റവും വലിയ എംബസി എന്ന് പറയുന്നത് ഫിലിപ്പീൻസിന്റെയാണ്. കാര്യം അവന്റെ പൗരന്റെ ജോലിയും സുരക്ഷിതത്വവും സാലറിയും വളരെ നിയമപരമായിട്ട് അവൻ നടപ്പിലാക്കി വരുന്ന ഒരേ ഒരു കൗൺസിലേറ്റ് അവന്റെ ഒരു രാജ്യം എന്ന് പറയുന്നത് ഫിലിപ്പീൻസ് ആണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇന്ത്യൻ എംബസികളുണ്ട്. ഇപ്പം എല്ലാ ഗൾഫ് മേഖലയിലും ഇന്ത്യൻ എംബസി ഉണ്ട്. അവിടെ ഇന്ത്യക്കാരെ യാതൊരു രീതിയിലും റെസ്പെക്ട് കൊടുക്കുന്നില്ല. ഒരു പരാതിയുമായിട്ട് നമ്മുടെ എംബസിയിൽ ചെല്ലുമ്പോൾ ആ ഇന്ത്യക്കാരന്റെ പോക്കറ്റിൽ എത്ര രൂപ ഉണ്ട് അത് മേടിച്ചെടുക്കാനായിട്ട് നിൽക്കുകയാണ്. കാര്യം ഇന്ത്യൻ എംബസിയിലോട്ട് ഇവിടെ നിന്ന് സർവീസ് ചെയ്യാനായിട്ട് നമ്മൾ ഗവൺമെന്റ് അയക്കുന്ന ഇന്ത്യൻ എംബസിയുടെ സ്റ്റാഫുകൾ അവിടെ ആഡംബര ജീവിതം വയ്ക്കാനും ഈ പാവപ്പെട്ട പ്രവാസികളുടെ പിഴിഞ്ഞ് പൈസ ഉണ്ടാക്കാനുമാണ്. അവർക്ക് അവിടെ നിയമം കിട്ടുന്നില്ല. ഇന്ത്യയിലൊരു നിയമം വരണം, പ്രവാസികൾക്കൊരു സാലറി രീതിയിലോട്ടുള്ള ഒരു എഗ്രിമെന്റ് വരണം. കാര്യം ഇന്ന് കുടുംബത്തിനെ പുലർത്തുവാൻ വേണ്ടിയും സ്വന്തം മക്കളെയും മാതാപിതാക്കളെയും ഭാര്യയും വിട്ടിട്ടാണ് ഇന്ന് പ്രവാസ ജീവിതത്തിലോട്ട് പോകുന്നത്. അത്തരത്തിൽ നമുക്ക് അങ്ങനെ പോകുന്ന പ്രവാസികള് ഗവൺമെന്റ് മാറി വരുന്ന ഗവൺമെന്റ് പറയും പ്രവാസികൾ വളരെ വിളക്കാണ്, നാടിന്റെ കൈത്താങ്ങാണ് എന്നൊക്കെ പറയും. പക്ഷെ വാക്കുകളിൽ മാത്രമേ ഇത് കൊടുക്കുന്നുള്ളൂ. പക്ഷെ പ്രവാസികൾക്ക് യാതൊരു സുരക്ഷിതത്വം കിട്ടുന്നില്ല. മറുവശം നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രവാസികള് നോർക്കയുമായിട്ട് ബന്ധപ്പെടുന്നില്ല. ഒരു ജോലിക്ക് പോകുന്നത് അതിന്റെ ജെനുവിനിറ്റി എന്താണെന്നുള്ളത് നമ്മുടെ ഇപ്പൊ നാട്ടിൽ നിന്ന് നമ്മൾ ഗൾഫിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ഓഫർ ലെറ്റർ കിട്ടപ്പെടും. ഉദാഹരണത്തിന് സൗദി അറേബ്യയിലെ ഒരു കമ്പനി നമ്മളെ ഇന്റർവ്യൂവിന് സെലക്ട് ചെയ്ത് ഓഫർ ലെറ്റർ കിട്ടുകയാണ്. നമ്മൾ നോർക്കയിലോട്ട് ഈ ഓഫർ ലെറ്റർ മെയിൽ ഐ ഡിയിൽ കൊടുക്കുമ്പോൾ അത് ഇന്ത്യൻ എംബസി ഉണ്ട്, റിയാദ്, ദമാം, എല്ലായിടും ഇന്ത്യൻ എംബസിയുടെ ബ്രാഞ്ചുകൾസ് ഉണ്ട്. ആ ബ്രാഞ്ചിൽ അവർ അയച്ചു കൊടുത്തിട്ട് അതിന്റെ ജെനുവിനിറ്റി തിരക്കി നമുക്ക് റിപ്ലൈ തരും. നമ്മളൊരു ചതിയിൽ അകപ്പെടുന്നതിന് മുമ്പ് നമ്മൾ സ്വയം ഒന്ന് പര്യാപ്ത പ്രാപിക്കുക, നമ്മൾ നിയമവുമായിട്ടൊന്ന് സഹകരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാട് നമ്മളെ മലയാളി പൊതുസമൂഹത്തിന് വരണം. അതുപോലെ തന്നെ നമ്മളെ ആഭ്യന്തര സെൻട്രൽ ഗവൺമെന്റ് പ്രവാസികൾക്ക് വേണ്ടിയുള്ള ഒരു തൊഴിൽ കരാർ രേഖപ്പെടുത്തുക, എത്രയും പെട്ടെന്ന് സാലറി സ്കെയിൽ ഇരിക്കുക. ഇപ്പൊ ഫിലിപ്പീൻസ് രാജ്യത്ത് തന്നെ ഓരോരുത്തരും മറ്റു കൺട്രികളിൽ എത്തുമ്പോൾ അവർക്കൊരു സാലറി സ്കെയിലുണ്ട്. ഇത് നമ്മുടെ ഇന്ത്യൻ എംബസി അത് പാലിക്കുന്നില്ല. പ്രവാസികൾ വളരെ ബുദ്ധിമുട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാസികൾ ഒരു 20 കൊല്ലം 25 കൊല്ലം ഗൾഫ് ലോകത്ത് ജീവിതം നശിപ്പിച്ച് ജീവിതവും മക്കൾക്ക് വേണ്ടി എല്ലാം മെഴുകുതിരി എന്ന് വേണമെങ്കിൽ പറയാം. തിരിച്ച് നാട്ടിൽ വരുമ്പോഴും വളരെ അസുഖക്കാരനായിട്ട് വരികയാണ്. എന്നിട്ട് ഈ അസുഖക്കാരനായിട്ട് വരുമ്പോഴും അവൻ വീട്ടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ അകപ്പെടുത്തുന്ന ഒരു അവസ്ഥയായി പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പൊതുസമൂഹം ഇത്തരം ഒരു അവയർനെസ് നമ്മൾ സ്വയംപ്രാപ്തിയാവുക, എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് സ്വയം ഒന്ന് തീരുമാനിക്കുക. നിങ്ങളുടെ ശരീരവും സമ്പത്തിനെയും നിങ്ങൾ നശിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മാനസിക പ്രയാസത്തിലോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് നിയമ വഴിയിലൂടെ പോകാൻ നമ്മൾ തയ്യാറാവുക.